ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രജിസ്റ്റർ ഓഫീസിലെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സ് പേപ്പർ വേണം. അത് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണ്ടേ? ഞാൻ പിഴച്ചവളാണെന്ന് 1000 തവണ ആവർത്തിച്ചാലും ഞാൻ അവളെ പ്രസവിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ നിങ്ങളുടെ മകളാണെന്ന് എത്ര തവണ ആവർത്തിച്ചാലും അത് സത്യാവോ? എടീ, ജന്മം കൊണ്ട് മാത്രമല്ല മകളും അച്ഛനും ആവുന്നത്. അത് സാഹിത്യം. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം. നീ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിരിക്കുന്നത് നിന്റെ മനസ്സിൽ നന്മയുണ്ടായിട്ടൊന്നും അല്ല, നിന്റെ മനസ്സിൽ പുതിയ എന്തോ തീരുമാനമുള്ളതുകൊണ്ടാ. ചതിക്കാനുള്ള പുതിയ തീരുമാനം. അങ്ങനെയാണെങ്കിലേ അതങ്ങ് സഹിച്ചോ. എന്റെ മോളെ ഞാൻ ഇഷ്ടമുള്ളപ്പോ കാണും, ഇഷ്ടമുള്ളിടത്തോളം കൂടെ ഇരിക്കുകയും ചെയ്യും. അത് ചോദ്യം ചെയ്യണ്ട. ചോദ്യം ചെയ്താ അവളെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. എനിക്കതിനധികം സമയമൊന്നും വേണ്ട. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ട്രെങ്ത് അറിയാലോ. തോറ്റു പോകും നിങ്ങൾ, തോറ്റു തകർന്നു പോകും. മിസസ് സുജാത, നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളുടെ മകന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടായാലും അയാൾ ഡിവോഴ്സ് മനസ്സാലെ തരണമെന്നില്ല. മാത്രമല്ല, ഇതൊരു റിസ്കി ഫാക്റ്റാണ്. തൽക്കാലം ഈ പെൺകുട്ടി അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതാ. അവൻ അവളെ കൊല്ലും സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമൊക്കെ അയാൾക്കെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു നടപടി കൊണ്ടൊന്നും കാര്യമില്ല സർ. എനിക്കവനെ നിത്യയുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിയേ പറ്റൂ. നിത്യയ്ക്കൊരു ജീവിതം ഉണ്ടാക്കിയേ പറ്റൂ സർ. നിയമത്തിന്റെ നൂലാമാലകൾ എനിക്ക് ഒരുപാട് അറിഞ്ഞൂടാ. പക്ഷേ ഒരമ്മയുടെ വേദനയാണ് സർ. സാറും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഡിവോഴ്സ് പേപ്പർ കാണിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടത്താൻ എനിക്ക് പറ്റും. അത് കഴിഞ്ഞ പിന്നെ അവളുടെ ജീവിതം സേഫ് ആണ് സർ. സാറൊന്ന് പേപ്പറുകൾ ശരിയാക്കി തന്നാ മതി. അവനെ കൊണ്ട് ഞാൻ ഒപ്പിടുവിപ്പിച്ചോളാം. എങ്ങനെ? അയാൾ അതിന് തയ്യാറാവില്ലല്ലോ. തയ്യാറാവും സർ. നിത്യ അടക്കം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഹരിയുമായുള്ള വിവാഹത്തിന് എന്തും ചെയ്യാമെന്ന് അവൻ പറഞ്ഞതാ. അവന്റെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും സർ. അത് വെച്ച് ഒപ്പിട്ട് വാങ്ങിക്കാൻ എനിക്ക് സാധിക്കും. ഒരു മ്യൂച്വൽ പെറ്റീഷനിൽ അങ്ങനെ ഒപ്പിടിപ്പിച്ചാൽ പോലും അത് കഴിഞ്ഞു വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഫാമിലി കോർട്ടിൽ വിളിപ്പിക്കും. എങ്ങനെയെങ്കിലും ഒത്തുപോവാൻ സാധ്യതയുണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യും. ഒരു സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ അവർക്ക് കൂടിച്ചേരാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഈ സമയങ്ങളിൽ ഈ പറഞ്ഞതൊക്കെ ഇല്ലാതാവും. ഒരു ഭ്രാന്തന്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിച്ചോളണമെന്ന് വിധിയൊന്നും വരില്ലല്ലോ.
ഒരു കൊലപാതകം ചെയ്യാൻ മടിയില്ലാത്തവന്റെ കൂടെ ഒരു പെൺകുട്ടി ആയുസ് ഒടുങ്ങുന്നത് വരെ നിന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സർ. തൽക്കാലം അവനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാനുള്ള പേപ്പറുകളൊന്ന് ശരിയാക്കി തരൂ. ബാക്കി ഞാനും എന്റെ ഭർത്താവും കൂടി നോക്കിക്കോളാം. അദ്ദേഹം തിരിച്ചു വന്നിട്ട് സാറിന്റെ അടുത്തേക്ക് ഞാൻ വരാം. ശരി, പേപ്പറുകൾ ഞാൻ ശരിയാക്കി തരാം. ഒപ്പിടിപ്പിക്കേണ്ടതും തുടർന്നുള്ള നടപടികൾ കൈകാര്യം ചെയ്യേണ്ടതും നിങ്ങളുടെ ഭാഗമാണ്. നിയമത്തിന്റെ കാര്യം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാനാവൂ. മതി സർ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, ഞാൻ പേപ്പർ ശരിയാക്കിയിട്ട് പറയാം. ഈ വീടിനകത്തുള്ളവരൊക്കെ ഒറ്റക്കെട്ട. അമ്മ പറയുന്നത് മാത്രമേ അവരെല്ലാവരും അനുസരിക്കൂ. നിത്യയുടെയും ഹരിയുടെയും വിവാഹം യാഥാർത്ഥ്യമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി പുതിയ കളികൾ എന്തെങ്കിലും വേണ്ടിവരും. വാ മോളെ, വാ. ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മോള് വാ. മോനെ, അന്ന് പോലീസ് സ്റ്റേഷനില് ഹരിക്കും നിത്യയ്ക്കും പോകേണ്ടി വന്നില്ലേ? ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അന്ന് അവര് വിശ്വസിച്ചില്ലല്ലോ. അതിവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാ. രജിസ്ട്രേഷനു വേണ്ടി നമ്മൾ ശ്രമിച്ച സമയത്തൊക്കെ ഓരോ തടസ്സം ഉണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആ തടസ്സമൊക്കെ അങ്ങ് മാറ്റണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണ്ടേ? വേണ്ടേ മോനെ? വേണം. വേണം. രജിസ്റ്റർ ഓഫീസിലെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സ് പേപ്പർ വേണം. വേണം. അത് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണ്ടേ? ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കാര്യത്തിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം.